ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമാണെങ്കിൽ വേദേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ വേദയാണെങ്കിൽ ആട്ടിയിറക്കുകയാണ് കേട്ടോ. അതായത് ഇനി നീ ഈ ഒരു ഡ്രാമ കളിച്ച് ഇങ്ങോട്ടേക്ക് വരണ്ട, നമ്മൾ തമ്മിൽ ഒട്ടും തന്നെ പൊരുത്തപ്പെടില്ല, ഒത്തുചേർന്ന് പോകില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നൊക്കെ വേദ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് തകർന്നടിഞ്ഞു പോവുകയാണ് കേട്ടോ വിക്രം എന്നിട്ടും കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ വേദ വിക്രമിനെ കൊണ്ടൊരു വാക്ക് പോലും പറയിക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അതിനെ സമ്മതിക്കണില്ലേ. അങ്ങനെ വിക്രമാണെങ്കിൽ അവിടെ നിന്നും സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ മറുവശത്ത് നമ്മുടെ വേദയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ മനസ്സിലെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ആ വാതിൽ അടച്ചതിന് ശേഷം വേദയുടെ മറ്റൊരു മുഖമായിരിക്കും കാണുന്നത്. അതായത് വിക്രമിൻ്റെ മുൻപിൽ അത്രയും ബോൾഡായിട്ട് നിന്ന് സംസാരിച്ച വേദ പെട്ടെന്ന് തന്നെ അസ്തമിക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ തൻ്റെ മനസ്സിലെ ആ ഒരു വേദനയും വിഷമവും സങ്കടവും പ്രയാസവും എല്ലാം പൊട്ടിക്കരഞ്ഞ് തീർക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വേദയുടെ അനിയത്തിയാണെങ്കിലും വർണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ അനിയത്തി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വേദേച്ചിയും അതുപോലെ തന്നെ വിക്രം ചേട്ടനും തമ്മിൽ ഇടയിൽ എന്തോ ഒരു മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് വേദേച്ചി വിക്രം ചേട്ടനോടൊപ്പം ജീവിക്കാൻ നോക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ അന്നേ ദിവസം രാത്രി വേദയ്ക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. വിക്രമിൻ്റെ ഓർമ്മകളും വിക്രമുമൊത്തുള്ള ആ നല്ല നിമിഷങ്ങൾ വേദയുടെ മനസ്സിനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വഴക്കുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞ ആ സ്വർഗ ജീവിതം വേദ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് കേട്ടോ. ആ ഓർമ്മകളെല്ലാം അയവിറക്കുകയാണ്. മറുവശത്താണെങ്കിൽ വിക്രമാണെങ്കിലും വേദയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ആ റൂമിൽ വേദ ഇല്ലാത്തതിൻ്റെ ആ ഒരു ശൂന്യത വിക്രമിന് നന്നേ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് വേദയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം വേദ തന്നോട് പെരുമാറിയ ആ ഒരു രീതി വിക്രമിനെ വല്ലാതെ മാനസികമായി തന്നെ തളർത്തിക്കളയാണ് കേട്ടോ. വിക്രമിനെ പൂർണ്ണമായിട്ടും വേദ ഒഴിവാക്കിയതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിക്രം തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ സങ്കടപ്പെട്ട് കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ് ഓരോ ഓർമ്മകളുമായിട്ട്. ആ ഒരു സമയത്ത് വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു നിമിഷം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കണ്ടതല്ല. പലപ്പോഴും അവിടെ നിന്ന് ഇറങ്ങണമെന്ന് ആലോചിച്ചിട്ടും വിക്രമിന് വേണ്ടിയായിരുന്നു ഞാൻ അവിടെ പിടിച്ചു നിന്നത്. ഇന്ന് പരസ്പരം സ്നേഹിച്ചിട്ടും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എൻ്റെ ജീവിതം പാതി വഴിയിൽ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നു. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദൈവത്തോട് കോപിച്ച് തന്നെ സംസാരിക്കാനുണ്ടോ തങ്ങളെ പിരിച്ചതിൽ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇരിക്കുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും ദീപ്തി ഇവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് കേട്ടോ. അങ്ങനെ ദീപ്തിയാണെങ്കിൽ ഇതിന് പിന്നിൽ ശ്രീകാന്താണ് എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും വേദേശീനെയും അതുപോലെ തന്നെ വിക്രമിനെയും ഒന്നിപ്പിക്കണം എന്ന ഒറ്റ കാലിൽ നിൽക്കുകയാണ് കേട്ടോ ദീപ്തി. കാരണം ദീപ്തിയും ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ വാല്യൂ, അതിൻ്റെ ആ ഒരു വില എല്ലാം ദീപ്തിക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ വേദയും വിക്രമും തമ്മിലുള്ള ആ ഒരു പിണക്കം മാറ്റി രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കാൻ കേട്ടോ ദീപ്തി. അങ്ങനെ നമ്മുടെ ദർശനെ കണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ദീപ്തി. അങ്ങനെ ഇതിന് പിന്നിൽ ശ്രീകാന്താണെന്നുള്ള വ്യക്തമായ തെളിവുകൾ ദീപ്തിയുടെ കയ്യിൽ കിട്ടുക തന്നെ ചെയ്യാണ്. അങ്ങനെ വിക്രമിനെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അപ്പോൾ നമ്മുടെ മാഷാണെങ്കിലും വേദയുടെ പിന്നിൽ എന്തൊക്കെയോ ഒരു സത്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അതിന് പ്രകാരമാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവൾ വിക്രമിനെയും ഈ വീടിനെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോകില്ല എന്ന് മനസ്സിലാക്കുന്ന മാഷ് വേദനെ കാണാൻ ചെല്ലുകയൊക്കെ ഉണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് കാണുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു വാക്കുകളിലൂടെ തന്നെ നമ്മുടെ മാഷിന് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പിടികിട്ടുകയാണ്. ആർക്കോ വേണ്ടിയിട്ടാണ് വേദ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ മാഷും. അങ്ങനെ വിക്രമിനെ കണ്ടിട്ട് നമ്മുടെ ദർശൻ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ദീപ്തി വഴിയായിരിക്കുവേ. അങ്ങനെ ദർശൻ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനും വർഷയുടെ അച്ഛനും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ ഒരു 3 അംഗ സംഘം ചേർന്നിട്ട് ഉണ്ടാക്കിയ പൊല്ലാപ്പുകളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കാൻ കേട്ടോ വിക്രം. തൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയതും പിന്നെ വിക്രമിനെ ആക്രമിക്കും, കൊല ചെയ്യും എന്നൊക്കെ പറഞ്ഞതും ഒക്കെ ശ്രീകാന്താണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. താൻ ദൈവത്തെ പോലെ ആരാധിച്ച സ്നേഹിച്ച
ശ്രീകാര്യം ശ്രീനിവാസനും തന്നെ ചതിക്കുകയാണ്, തൻ്റെ ഭാര്യേനെ കുരുതി കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കുന്ന വിക്രമാണെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസനെ അപ്പാടെ തൻ്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുകയാണ് കേട്ടോ, എടുത്ത് കളയുകയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദേനെ കാണാൻ എന്ത് വന്നാലും വേദേനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കുവേ. അങ്ങനെ വേദേനെ ഫോൺ ചെയ്യുമ്പോൾ വേദ അത് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, എന്താ വിക്രം നീ ഇങ്ങനെ പിന്നെയും പിന്നെയും എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമമാകുകയാണ്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ഒരു ഫോൺ കോളിന് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നീ വിളിക്കുമ്പോൾ എനിക്കത് എടുക്കാൻ കഴിയണില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ വേദ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ കിടക്കാനുണ്ട്. അങ്ങനെ പാതി മയക്കമായി എന്ന് തന്നെ പറയാം. കുറേ നേരം ഇങ്ങനെ ഉറങ്ങാതെ വിക്രമിനെ കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ കിടന്നൊന്ന് മയങ്ങി പോവുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും വിക്രം എങ്ങനെയെങ്കിലും വേദനെ എനിക്കിപ്പോൾ കാണണം എന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് തന്നെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ മതിലൊക്കെ ചാടി വേദയുടെ വീട്ടിലേക്ക് ചെല്ലാണ്, വേദയുടെ റൂമിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയിൽ ചെറിയ അനക്കം, എന്നിട്ട് ഇങ്ങനെ വിക്രം ഇങ്ങനെ കയറുമ്പോൾ ചെറിയ അനക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വേദയുടെ അമ്മ വന്നിട്ട് ഹോളിൽ നോക്കുമ്പോൾ അവിടെ ഇല്ലാന്ന് കരുതി പോകാൻ കേട്ടോ. അങ്ങനെ അമ്മ പോയിന്ന് മനസ്സിലാക്കുന്ന വിക്രം അവിടെ നിന്ന് പാത്തും പതുങ്ങിയും ഒക്കെ വേദയുടെ റൂമിലെത്തുകയാണേ. ഈ ഒരു സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വേദ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനെ വേദയുടെ അടുക്കിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ വേദയുടെ ആ ഒരു പാതി മയക്കം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാൻ കേട്ടോ. അങ്ങനെ വേദയുടെ മുഖത്ത് ഇങ്ങനെ ഒരു 2 മുടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വേദ കണ്ണ് തുറക്കുന്നത്. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ കാണുന്നത് വിക്രത്തിനെ ആയിരിക്കെ പെട്ടെന്ന് ഒരു ഞെട്ടലോടുകൂടി എണീക്കാണ് കേട്ടോ വേദ. എന്നിട്ട് വിക്രം എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പേടിച്ചു പോയോ? അല്ല വിക്രം എന്താ ഇവിടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നോട് ഇവിടെ വരരുതെന്ന്? ഞാൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പിന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, അതോ ഞാൻ ഇവിടെ നിന്നും ആരെയും അറിയിക്കാതെ എവിടെയെങ്കിലും ഒളിച്ചോടണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ നീ മതി ഇതൊക്കെ നിർത്ത്, നിൻ്റെ നാടകങ്ങളൊക്കെ നിർത്ത്. ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇന്ന് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് മാത്രം നീ പറയരുത്. നീ എന്നെ ജീവൻ തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നീ എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കള്ളത്തരം പറഞ്ഞ് നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. പറ, എന്താ നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന വേദ വിക്രത്തിൻ്റെ അടുത്ത് ചെന്ന് ചേർത്ത് പിടിച്ച് കുട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ വേദ സത്യങ്ങളൊക്കെ പറയാൻ വിക്രമിന് മുൻപിൽ തൻ്റെ മനസ്സ് തുറക്കുകയാണ്. വിക്രമാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ വിക്രം വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, താൻ കരയാതെടോ, എല്ലാം തേച്ച് മായ്ച്ച് കളയാം നമുക്ക്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിൻ്റെ ഏട്ടൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, ഞാൻ നിൻ്റെ മുൻപിൽ ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നുമില്ല, ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ആരും ഒപ്പിടുന്നുമില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ അച്ഛൻ്റെ കാര്യം അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അച്ഛനെ അച്ഛൻ്റെ രോമത്തിൽ പോലും ഇനി തൊടാതിരിക്കാനുള്ള വഴികൾ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഭാര്യയായ വേതാളവേ, നീ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട കേട്ടോ എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് എന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, വിക്രം എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാനുണ്ടോ. അങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഇടയിൽ ആ ഒരു പ്രണയം മുട്ടിടുകയാണ്. ഇത്രയും നാളെ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടുപേരും അകന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം മുഴുവൻ രണ്ടുപേരുടെ കണ്ണുകളിലും പ്രകടമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം. അങ്ങനെ ആ ഇരുട്ടിൻ്റെ മറവിൽ രണ്ടുപേരും ഒന്നാവുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിലും വിക്രമാണെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ വീട്ടിലേക്ക് വരണ്ട, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് നിൻ്റെ ഏട്ടൻ അറിയണ്ട. നമുക്കിട്ട് പണി തരാൻ നോക്കിയവരെ 8ൻ്റെ പണി നമുക്ക് തിരിച്ചു കൊടുക്കണം. അതിന് നീ ഇവിടെ തന്നെ നിന്നാൽ മതി. കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ. നമ്മൾ ഡിവോഴ്സ് ആകുന്നത് സ്വപ്നം കണ്ടവൻ നടക്കട്ടെ. നമ്മൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന സ്വപ്നം കണ്ട് നടക്കട്ടെ. നമ്മൾ ഒന്നായി എന്നുള്ള കാര്യങ്ങൾ ആരെയും അറിയിക്കേണ്ട. അവരൊക്കെ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്, ശരിയാ വിക്രം,
പറഞ്ഞത്. എന്തായാലും ഇതിന് പിന്നിൽ കുറച്ച് കളികളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് തകർക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ആദ്യം സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന ഒരു ഏട്ടനുണ്ടല്ലോ, എനിക്ക് ഏട്ടനിട്ട് തന്നെ തുടങ്ങണം നമുക്ക് എന്ന് പറയുകയാണേ. അങ്ങനെ ശ്രീനിവാസൻ്റെ കാര്യവും വേദ പറയുമ്പോൾ, നീ ആ ചാപ്റ്റർ അങ്ങ് വിട്ടേര്, ഞാനിനി അയാളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, എനിക്ക് അയാൾ ഒരു പരിചയം പോലും ഇല്ല, ഇനി എനിക്കെൻ്റെ കുടുംബം മാത്രമാണ് എനിക്ക് വലുത് എന്നൊക്കെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദയുടെ മുഖത്ത് നോക്കി പറയുകയാണെ. അതോടെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ.